നമസ്കാരം. തമിഴ്നാടിൻ്റെ എതിർപ്പ് നിലനിൽക്കുമ്പോഴും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള സാധ്യത തേടി കേരളം. ഇതിൻ്റെ ഭാഗമായി പുതിയ ഡാമിന് വേണ്ടി കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ആലോചന. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രധാന ഹർജിയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പുതിയ ഹർജികളും നിലവിലുണ്ട്. ഇതിനിടയിലാണ് പുതിയ ഡാമിനുള്ള ശ്രമം കേരളം ആരംഭിച്ചത്. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ കേരളം നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ DPR പൂർത്തിയാകുമെന്നാണ് അന്തർ സംസ്ഥാന നദീജല വകുപ്പ് പറയുന്നത്. DPR പൂർത്തിയായാലും തമിഴ്നാടിൻ്റെ കൂടി സമ്മതമുണ്ടെങ്കിൽ മാത്രമേ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാകൂ. 1300 കോടി രൂപയാണ് ഡാമിന് ചെലവ് കണക്കാക്കുന്നത്. തമിഴ്നാടിൻ്റെ സമ്മതം കൂടി ലഭിച്ചാൽ 5 വർഷത്തിനുള്ളിൽ പുതിയ ഡാം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. അന്തർ സംസ്ഥാന നദീജല വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന DPRൽ ഭൂചലനത്തെയും പ്രളയഭീഷണിയെയും നേരിടാൻ കഴിയുന്ന ഡാമാണ് വിഭാവനം ചെയ്യുന്നത്. DPR തയ്യാറാക്കാൻ 2021 സർക്കാർ ഉത്തരവിറക്കിയത്. അത് നീണ്ടുപോകുകയായിരുന്നു. 126 വർഷം പഴക്കമുള്ള നിലവിലെ ഡാമിന് 366 മീറ്റർ താഴെയായിട്ടാണ് പുതിയ ഡാം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രൂപകൽപ്പന IDRB തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ DPR കേന്ദ്ര ജല കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും തയ്യാറാക്കുക. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരള അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിലും പ്രതീക്ഷയുണ്ടെന്നാണ് കേരള സർക്കാരിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പുതിയ DPR തയ്യാറാക്കി എത്രയും വേഗം കേന്ദ്ര ജല കമ്മീഷൻ്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിക്കാനാണ് കേരളത്തിൻ്റെ ശ്രമം.